ഓസ്ലർ സിനിമയ്ക്കിടയിൽ തിയേറ്ററിൽ അപ്രതീക്ഷിതമായി പൂമാനമേ ഒരു രാഗമേഘം താ എന്ന പാട്ട് ഒഴുകിയെത്തിയപ്പോൾ കേട്ടിരുന്നവരെല്ലാം ഒരുപാട് വികാരങ്ങളുടെ പിടിയിലായി. പ്രണയം നിറഞ്ഞ ഗൃഹാതുരതയുടെ നിറവിലേക്കാണ് ആ പാട്ട് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയത്. ആ നിറവിന് അതിൻ്റെ പൂർണ്ണമായ സന്തോഷത്തിൽ ഏറ്റെടുക്കുന്ന തിരക്കിലാണ് ലോകം മുഴുവനുമുള്ള മലയാളികൾ. 3 പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1985 നിറക്കൂട്ട് എന്ന ചിത്രം റിലീസായി. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രം. രവിവർമ്മയുടെയും മേഴ്സിയുടെയും പ്രണയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഥ പറഞ്ഞ ചിത്രം. മമ്മൂട്ടിയും സുമലതയുമാണ് ആ വേഷങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ പ്രണയത്തിൻ്റെ വർണ്ണമായിരുന്നു പൂമാനമേ എന്ന പാട്ട്. ആദ്യം മുതൽ അവസാനം വരെ പ്രണയം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പാട്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. പൂവച്ചൽ ഖാദറിൻ്റെ പ്രണയം നിറഞ്ഞ വരികൾക്ക് ശ്യാമിൻ്റെ ഭംഗിയുള്ള ഈണം, KS ചിത്രയും KG മാർക്കോസും G വേണുഗോപാലും ഉള്ളലിഞ്ഞു പാടി കേൾക്കുന്നവരുടെ മനസ്സിനെ കുളിർപ്പിച്ചു. സിനിമയോളമോ അതിലധികമോ പ്രേക്ഷകരെ ആ പാട്ട് സ്വാധീനിച്ചു. 80കളിലെയും 90കളിലെയും ഗാനമേള വേദികളിലും ക്യാമ്പസ് മത്സരങ്ങളിലും എല്ലായിടത്തും പൂമാനമേ ഒഴുകി നടന്നു. അങ്ങനെ പ്രണയിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഈണമായി, ജീവരാഗമായി അത് മാറി. നിറക്കൂട്ട് പോലെ തന്നെ എബ്രഹാം ഓസ്ലറും പ്രണയ പശ്ചാത്തലത്തിലുള്ള ക്രൈം ത്രില്ലറാണ്. സിനിമയുടെ അപ്രതീക്ഷിതമായ ഒരു തിരിവിൽ ആ പഴയകാല പ്രണയത്തെ ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് പൂമാനമേ പാട്ട്. പാടി മോഹിപ്പിച്ച് വീണ്ടും പ്രണയിക്കാൻ തോന്നിപ്പിക്കുന്നതാണ് നിതിൻ K ശിവയുടെ മധുര ശബ്ദം. കനവായി, കണമായി, ഉയരാൻ, ഒഴുകാൻ ഒരു പ്രണയകാലത്തെ ഈ പാട്ട് വളരെ ലളിതമായി സ്ക്രീനിൽ അവതരിപ്പിക്കുന്നു. പാട്ടിൻ്റെ ലാളിത്യം, ഭംഗി, പ്രണയമൊക്കെ സിനിമയും പാട്ടും തിയേറ്റർ കാഴ്ചയും ഒക്കെ അടിമുടി മാറിയ ഈ കാലത്തും അതേപോലെ നിലനിൽക്കുന്നു. കാണികൾ നിറഞ്ഞ മനസ്സോടെ കൈയടിക്കുന്നു. വീണ്ടും നമ്മൾ പൂമാനമേ എന്ന് നീട്ടിപ്പാടുമ്പോൾ ആ പാട്ട് എത്ര കണ്ട് കാലാതിവർത്തിയാണെന്ന് കൂടി തെളിയിക്കപ്പെടുകയാണ്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.